നമസ്കാരം. മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ചർച്ചിന് പുറത്ത് കുഞ്ഞിന്റെ മൃതശരീരം ബാഗിൽ ഉപേക്ഷിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. നോട്ടിംഗ് ഹില്ലിൽ ഒരു ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഒരു സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ സ്ത്രീയാണ് കുഞ്ഞിന്റെ അമ്മയെന്ന് കരുതപ്പെടുന്നു. ജനനം മറച്ചുവെക്കലും അവഗണനയും ആരോപിച്ചാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മാർച്ച് 31-ന് ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവന്നത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഈ സംഭവം സമൂഹത്തിൽ ആശങ്കയുണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എല്ലാ വശങ്ങളും പൂർണ്ണമായി അന്വേഷിക്കുകയാണ് ഞങ്ങളുടെ മുൻഗണനയെന്ന് പോലീസ് വക്താവ് പറഞ്ഞു. കുഞ്ഞിന്റെ മരണകാരണം ഇതുവരെ വ്യക്തമല്ല. എല്ലാ തെളിവുകളും ശേഖരിച്ച് സത്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ഈ ദാരുണ സംഭവം പ്രാദേശിക സമൂഹത്തിൽ ചർച്ചയായി മാറിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി അന്വേഷണം പുരോഗമിച്ചിരിക്കുന്നുവെന്നും ഈ ആഴ്ച അവസാനത്തോടെ പോസ്റ്റ്മോർട്ടം നടത്താനിരിക്കുകയാണെന്നും മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു. സ്കൂൾ കുട്ടി തേംസ് നദിയിൽ വീണു. ഈസ്റ്റ് ലണ്ടനിൽ റിവർ ടൈംസിൽ 11 വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനി കൂട്ടുകാരൊപ്പം വെള്ളത്തിനരികിൽ കളിക്കുന്നതിനിടെ നദിയിലേക്ക് തെന്നി വീണതിനെ തുടർന്ന് തിരച്ചിൽ തുടരുകയാണ്. ഈ ദാരുണ സംഭവം ബാർജ് ഹൗസ് കോസ്വേയ്ക്ക് സമീപം ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെ ആയിരുന്നു നടന്നത്. പെൺകുട്ടി വെള്ളത്തിൽ വീണതിനെ തുടർന്ന് കാണാതാവുകയായിരുന്നു. അടിയന്തര സേവന സംഘങ്ങൾ സ്ഥലത്തെത്തി വൻതോതിലുള്ള തിരച്ചിൽ ആരംഭിച്ചു. കോസ്റ്റ് ഗാർഡ്, പോലീസ്, ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പെൺകുട്ടിയുടെ ബന്ധുക്കളെ വിവരമറിയിച്ച് പിന്തുണ നൽകുന്നുണ്ട്. നദിയിലെ ശക്തമായ ഒഴുക്ക് തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നു. പ്രദേശവാസികൾ ഈ ഞെട്ടിക്കുന്ന സംഭവത്തിൽ ആശങ്കയിലാണ്. തൊഴിൽ സ്ഥലങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തി അനധികൃത കുടിയേറ്റം തടയുമെന്ന് ആഭ്യന്തര സെക്രട്ടറി എവറ്റ് കൂപ്പർ മാധ്യമങ്ങളോട്. ഇത്തരം പരിശോധനകളിലൂടെ അനധികൃതമായി ജോലി ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. പരിശോധനകളിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടെത്തിയാൽ കമ്പനികൾക്ക് പിഴ ചുമത്തുമെന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇമിഗ്രേഷൻ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ആരംഭിക്കുന്ന രാജ്യാന്തര ഉച്ചകോടിക്ക് മുൻപായാണ് എവറ്റ് കൂപ്പർ പുതിയ തീരുമാനങ്ങൾ അറിയിച്ചത്. 40ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഉച്ചകോടിക്ക് UK ആണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിദേശ തൊഴിലാളികൾ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയാൽ ഒരു അനധികൃത തൊഴിലാളിക്ക് 60,000 പൗണ്ട് വീതം പിഴ ഈടാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് പുതുതായി UK നടപ്പിലാക്കാൻ പോകുന്നത്. നിലവിൽ UKയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന വിസ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്തരം തൊഴിലാളികളെ പരിശോധിക്കാൻ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടായിരുന്നുള്ളൂ. ഇത് പാർട്ട് ടൈം ജോലി ചെയ്യുന്ന മലയാളി വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നാണ് സൂചന. അനധികൃത കുടിയേറ്റം തടയുന്നതിനായി തൊഴിലുടമകൾ തന്നെ കർശനമായ നടപടിയെടുക്കണമെന്നാണ് സർക്കാർ നിലപാട്. സർക്കാരിൻ്റെ ഇത്തരം ശക്തമായ നിലപാട് UKയിലെത്തി പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്ന നിരവധി മലയാളികളെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ വംശജ ലിസ നാൻഡി മന്ത്രിസഭയിൽ നിന്നും പുറത്തേക്ക്. UKയിലെ ലേബർ പാർട്ടിയിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്നു. കൾച്ചറൽ സെക്രട്ടറി ലിസ നാൻഡി കഠിനാധ്വാനം ചെയ്യുന്നില്ല എന്ന ആരോപണത്തെ തുടർന്ന് പുറത്താക്കപ്പെടുമെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വേനൽക്കാലത്തിന് മുമ്പ് മന്ത്രിസഭയിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായാണ് ഈ നീക്കം. ലിസ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ എന്ന് ഒരു വൃത്തം ആരോപിച്ചു. എന്നാൽ നാൻഡിയുടെ അനുയായികൾ ഇത് നമ്പർ 10ന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മക്സീനിയുടെ രാഷ്ട്രീയ കരുനീക്കമാണെന്നും പറയപ്പെടുന്നു. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായ നാൻഡിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണിതെന്നും അവർ പറയുന്നു. എഡ്യൂക്കേഷൻ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സനും ഈ റീഷഫ്ലിംഗിൽ പുറത്താകുമെന്നാണ് സൂചന. ഈ വിവാദം പാർട്ടിയിലെ സ്ത്രീകൾക്കെതിരായ പ്രതികൂല സമീപനത്തെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന വിദേശ സംഭാവനകൾക്ക് പരിധി നിശ്ചയിക്കണമെന്ന് ആവശ്യമുയരുന്നു. ടെക് കോടീശ്വരൻ എലോൺ മസ്ക് റിഫോം UK പാർട്ടിക്ക് 78 മില്യൺ പൗണ്ട് സംഭാവന നൽകുമെന്ന റിപ്പോർട്ടിൽ UKയിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. പാർട്ടി നേതാവ് നൈജൽ ഫരാജ് ഡിസംബറിൽ മസ്കിന്റെ കമ്പനിയുടെ UK ശാഖ വഴി ഇത് നൽകാനാകുമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ പുതുവർഷത്തോടെ ഇവർ തമ്മിലുള്ള ബന്ധത്തിലും അനുഭവപ്പെട്ടു തുടങ്ങി. അതുകൊണ്ടാകാം ഇതുവരെ സംഭാവന നടന്നിട്ടില്ല. മസ്ക് ഫരാജിനെ നേതൃത്വത്തിൽ നിന്ന് മാറ്റണമെന്ന് അഭിപ്രായപ്പെട്ടതാകാം ഇതിന് കാരണം. ഇത്തരത്തിൽ വിദേശ ശക്തികൾ UKയിലെ രാഷ്ട്രീയ പണയം ഉപയോഗിച്ച് ഇടപെടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് 1,42,000 പേർ ഒപ്പിട്ട പെറ്റീഷനും സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടതായ മാറ്റങ്ങൾ നിയമത്തിൽ നടപ്പാക്കണമെന്നും രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ലാഭത്തിന്റെ ഒരു വിഹിതം മാത്രമേ സംഭാവനയായി നൽകാൻ അനുവാദം കൊടുക്കാവൂ എന്നും ഇലക്ഷൻ കമ്മീഷണറായ വിജയ് രംഗരാജൻ അഭിപ്രായപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് മന്ത്രി റുഷ്നാറ അലി വിദേശ ഇടപെടൽ തടയാൻ പുതിയ നടപടികൾ ആസൂത്രണം ചെയ്തു വരുന്നുവെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്.
പുതിയ ഫാർമസി ഫണ്ടിംഗ് പാക്കേജ് സർക്കാർ അംഗീകരിച്ചതോടെ ഇംഗ്ലണ്ടിൽ തുടങ്ങാനിരുന്ന പ്രതിഷേധങ്ങൾ പിൻവലിച്ചു. ആയിരക്കണക്കിന് പ്രാദേശിക ഫാർമസികളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘം ചൊവ്വാഴ്ച മുതൽ പ്രവർത്തന സമയം വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിലെ ഫാർമസികൾക്കുള്ള സർക്കാർ ധനസഹായം 2019-20 £2.6 ബില്യൺ ആയിരുന്നു. എന്നാൽ അടുത്ത കുറച്ച് വർഷങ്ങളിൽ അത് പണപ്പെരുപ്പത്തിനൊപ്പം ഉയർന്നില്ല. നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ഇത് 2.7 ബില്യൺ ആയിരുന്നു. പുതിയ കരാർ പ്രകാരം 2025-26 3.1 ബില്യൺ പൗണ്ടായി ഉയരും. രോഗികൾക്ക് കൂടുതൽ മാനസികാരോഗ്യ പിന്തുണയും രക്തസമ്മർദ്ദ പരിശോധനകളും ഈ കരാറിൽ ഉൾപ്പെടും. സ്ത്രീകൾക്ക് ഫാർമസികളിൽ നിന്ന് സൗജന്യമായി പ്രഭാത ഭക്ഷണ ടാബ്ലറ്റ് ലഭിക്കാൻ പ്രാപ്തമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും ഈ കരാറിൽ ഉൾപ്പെടുന്നു. കരാറിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി ഫാർമസി ഉടമകളുടെ £193 മില്യൺ കടം സർക്കാർ എഴുതിത്തള്ളും. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തത് രോഗികളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് NPA വ്യക്തമാക്കി. 2017 മുതൽ 1300-ലേറെ ഫാർമസികളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. NPA നിർദ്ദേശം വന്നതോടെ വൈകുന്നേരങ്ങളിലും വീക്കെൻഡുകളിലും ഫാർമസികൾ പ്രവർത്തനം കുറയ്ക്കാം. കൂടാതെ സൗജന്യ ഹോം ഡെലിവറികൾ നിർത്തിവെക്കാനും തീരുമാനിച്ചിരുന്നു. NHSൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടിംഗ് ഉയർത്താത്തതുമൂലം സ്വതന്ത്ര ഫാർമസികൾ പ്രവൃത്തി സമയം വെട്ടിക്കുറയ്ക്കുമെന്ന് നാഷണൽ ഫാർമസി അസോസിയേഷൻ പറഞ്ഞിരുന്നു. ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രത്തിനായി പ്രയത്നിക്കുന്ന ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച മീനഭരണി മഹോത്സവത്തിന് ഭക്തിനിർഭരമായ പരിസമാപ്തിയായി. പൊങ്കാല സമർപ്പണം, ദേവി ഉപാസന, മഹിഷാസുര മർദ്ദിനി സ്തുതി, നാമജപം, ദീപാരാധന, അന്നദാനം എന്നിവ നടത്തപ്പെട്ടു. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ഭക്തജനങ്ങൾ ഈ പുണ്യചടങ്ങിൽ പങ്കെടുത്തു. ബ്രിട്ടനിൽ ഇന്നു മുതൽ ജീവിത ചെലവ് ഉയരും. മെച്ചപ്പെട്ട ജോലിയും മികച്ച ജീവിത സാഹചര്യങ്ങളും സ്വപ്നം കണ്ട് ബ്രിട്ടനിലേക്ക് എത്തിയവർക്കും ബ്രിട്ടനിലെ സാധാരണ ജനങ്ങൾക്കും താങ്ങാനാവുന്നതിലും വലിയ വിലവർധനയാണ് എല്ലാ മേഖലയിലും വരാനിരിക്കുന്നത്. മിനിമം വേതനത്തിലെ നേരിയ വ്യത്യാസം വരുത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ഈ വില വർധനവിനെ ന്യായീകരിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അധിക സമയം ജോലി ചെയ്യേണ്ട സ്ഥിതിയിലാണ് രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും. വെള്ളം, വൈദ്യുതി, ഗ്യാസ്, കൗൺസിൽ ടാക്സ്, കാർ ടാക്സ്, ബ്രോഡ്ബാൻഡ്, TV ലൈസൻസ്, ഫോൺ ചാർജുകൾ, സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവയാണ് പുതിയ സാമ്പത്തിക വർഷത്തിൽ വർദ്ധിക്കുന്നത്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഓരോ സാധാരണ കുടുംബത്തിനും ശരാശരി £10 വർധന പ്രതിമാസം വാട്ടർ ബില്ലിൽ ഉണ്ടാകും. ഗ്യാസ്, വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് സർക്കാർ റെഗുലേറ്ററായ ഓഫ്കോം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കിയതോടെ ഗ്യാസ്, വൈദ്യുതി കമ്പനികൾ വീണ്ടും ചാർജ് വർധന വരുത്തുന്നത് പുതിയ വർധന പ്രകാരം ഒരു കുടുംബത്തിന് £111 വർധനയാണ് നടപ്പിലാക്കുന്നത്. ഗ്യാസ്, ഇലക്ട്രിസിറ്റി നിരക്കിലും വർധന ഉണ്ടാകും. ഓരോ വർഷവും 4.9% വരെ കൗൺസിൽ ടാക്സ് വർദ്ധിപ്പിക്കുന്നതിന് പ്രാദേശിക കൗൺസിലുകൾക്ക് അനുമതിയുണ്ട്. ബ്രാഡ്ഫോർഡ്, ന്യൂഹാം, ബർമിംഗ്ഹാം, സോമർസെറ്റ്, വിൻസർ, മെയ്ഡൻഹെഡ് എന്നീ കൗൺസിലുകൾക്ക് ആവശ്യമെങ്കിൽ 4.99 എന്ന ലിമിറ്റ് മറികടക്കാനും സർക്കാർ അനുമതിയുണ്ട്. ഇതുവരെ റോഡ് ടാക്സ് നൽകേണ്ടിയിരുന്നില്ലാത്ത ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഈ വർഷം മുതൽ നികുതി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.